ഇതിങ്ങനെ ചേർത്ത് അടച്ചു വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലതല്ലേ? രണ്ടും കൂടെ. ഇതിപ്പോൾ നമ്മളെടുത്ത് താറാമുട്ടയാണോ? എടുത്തിട്ട് ഇങ്ങനെ ഇതിനോട് ചേർത്ത് ഇതിനകത്തോട്ട് വെച്ച് പിടിക്കുന്നേ. അല്ല പിന്നെ പറയാൻ വരട്ടെ, നിങ്ങൾ കഴിക്കട്ടെ. പേരെന്തുവാ? സജീവ്. സജീവൻ പറഞ്ഞത് ശരിയാ. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ചുക്ക് കാപ്പി മുട്ടയും എന്താണ് സംഭവം എന്ന് പറയുന്നത്? ഇത് ചുക്ക് കാപ്പി. ഇനി ഇതിന്റെ കൂടെ മുട്ട കഴിക്കുമ്പോൾ ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണോ? നമ്മൾ ഡിസൈൻ ചെയ്ത കോമ്പിനേഷൻ ആണോ? ഉണ്ടല്ലേ? ഈ മുട്ട എന്ത് താഴെ മുട്ട? ഏത് മുട്ടയാണ് ഇതിനോട് ആപ്റ്റ് ആവുന്നത്? ഏത് മുട്ടയും കഴിക്കാം. എന്നിട്ട് മുട്ട എടുത്തിട്ട് പിന്നെ ഞാൻ ഉപ്പ് അല്പം മസാല ഒക്കെ എടുത്ത് തരും. നമ്മുടെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. അതിലൊരു മസാല ഒക്കെ ഇട്ട് തരാം, കഴിച്ചു നോക്കുക. ഇത് എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ട്? 2 മാസമേ ഉള്ളൂ. എപ്പം മുതൽ എപ്പോൾ വരെ ഉണ്ട്? 5 മണി മുതൽ 8 മണി വരെ. വൈകുന്നേരം 5 മുതൽ 8 വരെ ഉള്ളൂ. അപ്പോഴേക്കും സംഭവം എല്ലാം തീരും. കാട്ടാക്കടയിൽ നിന്ന് ഊരുട്ടമ്പലം പോകുന്ന വഴി കണ്ടല്ലയിലാണ് ഇത് സാധനം അല്ലേ? ഞാൻ ഈ ചുക്ക് കാപ്പി മുട്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചുക്ക് കാപ്പിക്ക് കത്തിട്ട് പുഴുങ്ങിയ മുട്ടയായിരിക്കും എന്നൊരു സംശയത്തിലാണ് ഇറങ്ങിയത്. അല്ല, ഇത് പുഴുങ്ങിയ മുട്ട തന്നെയാണ്. കഴിച്ചു നോക്കുക. ഓ, അതിനെ ചൊറി പിടിച്ച പോലെ ആക്കിക്കളന്നല്ലോ. അത് കുഴപ്പമില്ല. അതിൻ്റെ സൗന്ദര്യം പോയി. ചില അല്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്ലീസ്. അല്ല, അത് ആ മുട്ട എനിക്ക് കഴിക്കുമ്പോൾ അത് നന്നായിട്ട് കഴിക്കണം. കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ച് നോക്കുക. 20 അതെ. ഞാൻ ഈ ബോർഡ് കണ്ടിറങ്ങിയതാണ്. സംഭവം എന്താണെന്ന് അറിയുന്നത്. അത് നീറ്റായിട്ട് എടുക്കണേ. അങ്ങനെ മുട്ട വൃത്തിയായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ട് 2ആയിട്ട് പകുത്തു. പിന്നെ അതിലേക്ക് അദ്ദേഹത്തിന് എന്തോ ചില എരിയുള്ള ഐറ്റംസ് പകരുകയാണ്. ഇത് കാന്താരി മുളകാണ്. പിന്നെ ഇപ്പോൾ ഒഴിക്കുന്നത് ഉപ്പ്, കാന്താരി മുളക്, പിന്നെ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ. ഇത് നമ്മുടെ അടുത്തോട്ട് വെച്ച് തരും. ഇതിങ്ങനെ ചേർത്ത് അടച്ചു വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലതല്ലേ? രണ്ടും കൂടെ. ഇതിപ്പോൾ നമ്മളെടുത്ത് താറാമുട്ടയാണോ? എടുത്തിട്ട് ഇങ്ങനെ ഇതിനോട് ചേർത്ത് ഇതിനകത്തോട്ട് വെച്ച് പിടിക്കുന്നേ. അല്ല പിന്നെ പറയാൻ വരട്ടെ, നിങ്ങൾ കഴിക്കട്ടെ. പേരെന്തുവാ? സജീവ്. സജീവൻ പറഞ്ഞത് ശരിയാ. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. കഴിച്ചു നോക്കിയാൽ അഭിപ്രായം പറഞ്ഞിരിക്കും. സ്വന്തം പരിപാടിയാണ്. വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഒരു 8 മണിയാകുമ്പോൾ പോകും. എല്ലാ ദിവസവും ഉണ്ട്. ഞായറാഴ്ച അവധിയില്ല. അടുത്താണ് സ്ഥലം കണ്ടല്ലേ? അത് കൊള്ളാം. സ്വന്തം അകത്ത് വലിയൊരു ഷോറൂം നടത്തിയിട്ട് പുറത്ത് ചെറിയൊരു കച്ചവടം. ഇത് മഴ സമയത്ത് മാത്രമേ ഉള്ളൂ. മഴക്കാലത്ത് ഇത് കുടിക്കുള്ളൂ ചുക്ക് കാപ്പി. ചുക്ക് കാപ്പിക്ക് എത്ര രൂപ? ചുക്ക് കാപ്പിക്ക് 10 രൂപ. മുട്ടയ്ക്ക് 20 രൂപ, കോഴിക്ക് 10 രൂപ. അപ്പോൾ അതും കുഴപ്പമില്ല. 20, 10, 30 രൂപ ഉണ്ടെങ്കിൽ ഒരു താറാമുട്ടയും ഒരു ചുക്ക് കാപ്പിയും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. അല്ല, 2 മുട്ട വേണമെങ്കിലും കഴിക്കാം. എനിക്ക് മുട്ട കൂടുതൽ കഴിച്ചുകൂടാം.
എരി ഇപ്പോഴും നിൽപ്പുണ്ട്. ചുക്ക് കാപ്പിയുടെ എരിയുണ്ട്, മറ്റേ എരിയുണ്ട്. ഇച്ചിരി എരി ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ടും കൂടെ ചേർത്ത് കഴിയും. എന്നും നല്ലൊരു കൊച്ചു പരിപാടി. ഡെയിലി ഒരു കുറേ മുട്ടകൾ വിൽക്കുമല്ലോ, 20 മുതൽ 30 വരെ ഇത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ അടയ്ക്കും. സ്ഥിരം ആളുകളാണോ വന്ന് കഴിക്കുന്നത്? ഇപ്പം ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ പോയപ്പോഴേ ചുക്ക് കാപ്പി മുട്ട അതെന്താണല്ലോ അറിയണമല്ലോ. നമ്മളപ്പം ചവിട്ടിയതും വന്നതും കഴിച്ചതും. അപ്പോൾ കഴിച്ചപ്പോൾ വിചാരിച്ചു വന്നാൽ ഈ കാര്യം മറ്റുള്ളവരെ കൂടെ ഒന്ന് അറിയിച്ചേക്കാമെന്ന്. സംഭവം മനസ്സിലായി. കാട്ടാക്കടയിൽ നിന്ന് ഉരുട്ടമ്പലം പോകുന്ന വഴി കണ്ടല ജംഗ്ഷനിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരു ബിസ്മി ഫാൻസി ഷോപ്പുണ്ട്. ഫാൻസി ഐറ്റംസ് അകത്തുണ്ട്, പുറത്തുള്ള ഫാൻസിയാണ് ഈ മുട്ടയും ചുക്ക് കാപ്പിയും. മിസ്റ്റർ സജീവൻ 5 മണി മുതൽ 8 മണി വരെ ഈ സാധനം ഇവിടെ തരും. കള്ള് കുടിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കള്ളിൻ്റെ ഇല്ല ഇവിടെ ഇല്ല, ചുക്ക് കാപ്പിയാണ് ഉള്ളത്. ചുക്ക് കാപ്പി മുട്ടയാണ്. എൻ്റെ പേര് മുൻഷി രഞ്ജിത്ത്. അത് തന്നെ പേര് മുൻഷി രഞ്ജിത്ത്. ടിഷ്യൂ പേപ്പർ വല്ലതും ഉണ്ടോ? ഒരു ചെറിയ അങ്ങനെ ഒരു സാധനം കൂടെ വെച്ചാൽ നല്ലത്. അപ്പോൾ ഇത്തരം രുചികൾ കാര്യങ്ങളും കൂടെ ഒക്കെ അറിയണമല്ലോ യാത്രയിൽ കാണുന്നത്. അപ്പോൾ അത് കണ്ടു രുചിച്ചു. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായതിനാൽ നല്ല എരിയുണ്ട്. നമുക്ക് നാളെ കാണാം.